സോ ഹായ്, ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റനും കൂടാതെ തന്നെ നമ്മുടെ ക്ലിനിക്കൽ സെറ്റിങ്സിൽ മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ക്വസ്റ്റനാണ്. ഇത് പഠിക്കാൻ നമുക്ക് പോകാനേ പറ്റില്ല. ഓക്കെ, സോ വിൽ മൂവ് ടു ദ നമ്മുടെ ഹിസ്റ്ററി കളക്ഷൻ, അതേപോലെ തന്നെ മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ അഥവാ MSc എന്ന് പറയും. ഓക്കെ, ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ വീഡിയോ. സോ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു ഫോമാറ്റ് വി ഹാവ് ടു കീപ്പ് ഇറ്റ്. ഇതാണ് ഫോമാറ്റ്. ഇത്തിരി അധികം പേജുള്ളൊരു ഫോമാറ്റാണിത്. ആൻഡ് ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, സോ ദാറ്റ് ഒന്നും മിസ്സാവരുത്. ഓക്കെ, നമുക്ക് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഹിസ്റ്ററി കളക്ഷനാണ്. നമ്മൾ കഴിഞ്ഞ സെമ്മുകളിൽ ചെയ്ത അതേ കാര്യം തന്നെയാണ് ഇവിടെ ചെയ്യാനുള്ളത്. ഡെമോഗ്രഫിക് ഡേറ്റ കളക്ട് ചെയ്യാമെന്ന്, അതായത് പേഷ്യൻറ്റിൻ്റെ പേര്, പിന്നെ ഇവിടെ പേഷ്യൻ്റെ കൂടെ ആരാണോ വന്നത് അത് നമ്മൾ മെൻഷൻ ചെയ്യണം. പേഷ്യൻ്റെ പേര്, പിന്നെ കൂടെ വരുന്നതിലുപരി ഒന്നുകിൽ ഭാര്യയാണ് പേഷ്യൻ്റെങ്കിൽ ഭർത്താവിൻ്റെയോ, ഭർത്താവാണ് പേഷ്യൻ്റെങ്കിൽ ഭാര്യയുടെ പേര് മെൻഷൻ ചെയ്യണം. ആൻഡ് ദെൻ നമ്മുടെ അല്ലെങ്കിൽ ഫാദറിൻ്റെ പേര്. രണ്ടെണ്ണമായി. ഇനി പേഷ്യൻറ്റിൻ്റെ ഏജ് എന്താണ്, മെയിലാണോ ഫീമെയിലാണോ, സെക്സ് എഴുതണം. ദെൻ മറൈറ്റൽ സ്റ്റാറ്റസ്, ദെൻ ലാംഗ്വേജസ് ഏതൊക്കെ അറിയാൻ നോക്കുക. ദെൻ എഡ്യൂക്കേഷൻ എന്താണ്, ഇപ്പോഴത്തെ ഒക്യുപ്പേഷൻ എന്താണ്, എവിടെയാണ് അഡ്രസ്സ്. ദെൻ പിന്നെ നമ്മൾ നോക്കാനുള്ളത് എന്താണ് പേഷ്യൻ്റ് ഡയഗ്നോസിസ് ബേസിക്കലി നമ്മൾ മെൻ്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷനിലൂടെയാണ് കണ്ടെത്തുന്നത്. ആൻഡ് ഡേറ്റ് ഓഫ് അസസ്മെൻറ്റ് എന്താണ്, പേഷ്യൻറ്റിൻ്റെ ആ ഒരു പേഷ്യൻറ്റിൻ്റെ സ്പൗസിൻ്റെ പേരോ ഫാദറിൻ്റെ പേരാണോ നമ്മൾ രണ്ടാമത് എഴുതിയത്. ഇനി നമുക്ക് വേണ്ടുന്നതാണ് നെയിം ഓഫ് ദി ഇൻഫോർമൻ്റ്. ആരാണോ നമുക്ക് ഇൻഫോർമേഷൻസ് തരുന്നത് ആ ഒരു വ്യക്തിയുടെ പേര് നമ്മൾ മസ്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവണം. ആൻഡ് ഈ ഒരു ഇൻഫോർമൻറ്റിന് റെലവൻ്റ് ആവുന്നത് കുറേ കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, എത്ര നാൾ ആ ഒരു ഇൻഫോർമൻ്റ് നമ്മുടെ കൂടെ കഴിഞ്ഞു എന്നതാണ്. ഇപ്പം ഒരു ഹസ്ബൻഡ് ഭാര്യയെ കൊണ്ട് വരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഹസ്ബൻഡിന് എല്ലാം അറിയണമെന്നില്ല. മേ ബി ആ ഹസ്ബൻഡ് ദുബായിലോ വേറെ ലണ്ടനിലോ മറ്റെവിടെയെങ്കിലും ഉള്ള വ്യക്തിയാണെങ്കിൽ ഈ ഒരു പേഷ്യൻറ്റുമായിട്ട് അധികം കോണ്ടാക്റ്റിലുണ്ടാവണമെന്നില്ല. അപ്പം എത്ര നാൾ, ഡ്യൂറേഷൻ ഓഫ് കോണ്ടാക്റ്റ്, മീൻസ് സ്റ്റേ എത്ര നാളുണ്ട്, കീനായിട്ട് പേഷ്യൻറ്റിനെ ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ, റിലേഷൻഷിപ്പ് വിത്ത് ദ പേഷ്യൻ്റ്, ഇതെല്ലാം മാറ്റർ ചെയ്യുന്നതാണ് ഇൻഫോർമെൻറ്റിൻ്റെ റിലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെയാണ് പ്രസൻറ്റിങ് കംപ്ലയിൻറ്റ്സ്. ഇപ്പം പേഷ്യൻറ്റിന് എന്താണ് പ്രശ്നം, അതിന് രണ്ട് കാര്യങ്ങൾ നമ്മൾ എഴുതണം. ഒന്ന് അക്കോർഡിംഗ് ടു ദ ക്ലൈൻറ്റും, രണ്ടാമത്തേത് അക്കോർഡിംഗ് ടു ദ ഇൻഫോർമൻറ്റ്. അക്കോർഡിംഗ് ടു ദ ക്ലൈൻ്റ് ആണെങ്കിൽ ക്ലൈൻറ്റ് എന്താണോ ഇപ്പോൾ ഉള്ള പ്രശ്നം. ഇപ്പം ഞാൻ പറയും, എനിക്ക് ഭയങ്കരമായിട്ട് ഒബ്സഷനാണുള്ളത്, ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിനാണ് ഒബ്സഷൻ. ഭയങ്കരമായിട്ട് ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഞാൻ മണിക്കൂറുകളോളം ചിന്തിക്കുന്നുണ്ട്, എനിക്ക് ചിന്ത കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ അവർ പറഞ്ഞേക്കുക. അപ്പം എന്താണോ അവർ പറയുന്നത് അതേപോലെ തന്നെ നമ്മൾ എടുത്തെഴുതണം. പേഷ്യൻ്റ് ഇങ്ങനെ പറഞ്ഞു, പേഷ്യൻ്റ് സെഡ് ദാറ്റ് ഹീ ഈസ് ഹാവിങ് പ്രോബ്ലം, അങ്ങനെയല്ല. പേഷ്യൻ്റ് സെഡ് അപ്പോസ്ട്രോഫി എന്താണ് പ്രശ്നം അത് ആസച്ച് എഴുതണം. അതായത് നമ്മൾ പാസീവ് വോയിസിൽ എഴുതാൻ പാടില്ല, ആക്റ്റീവ് വോയിസിൽ വേണം എഴുതാനുള്ള. പേഷ്യൻ്റ് പറഞ്ഞ അതേപോലെ എഴുതാം. അടുത്തത് ഇൻഫോർമൻ്റ് എന്ത് പറയുന്നുണ്ട്. അതായത് പേഷ്യൻ്റ് ചിലപ്പം കുറേ നാളായിട്ട് വാൻഡർ ചെയ്യുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് സംസാരിക്കുന്ന ഒരാളാണ്, എത്ര മാസമായിട്ട് അങ്ങനെ ഒരു സിംറ്റം തുടരുന്നു എന്ന് ഇൻഫോർമൻ്റ് പറയുന്നത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. മൂന്നാമതായിട്ട് പറയുന്നതാണ് ഹിസ്റ്ററി ഓഫ് പ്രസൻറ്റ് ഇൽനെസ്. ഇവിടെ നമ്മൾ നോക്കണം എന്താണ് കോഴ്സ്, എന്താണ് ഡ്യൂറേഷൻ. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ആഴ്ചകളാണോ, മീൻസ് ദിവസങ്ങളാണോ, ആഴ്ചകളാണോ, മാസങ്ങളാണോ, ഈവൻ വർഷങ്ങളായിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതാണ് ഡ്യൂറേഷൻ, D. അടുത്തയാണ് DM, മോഡ് ഓഫ് ഓൺസെറ്റ്. 4ആയിട്ട് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്യും. ഒന്നാമത്തേന് അബ്രപ്റ്റ്, അതായത് സിംറ്റംസ് തുടങ്ങിയിട്ട് 48 മണിക്കൂറേ ആവുന്നുള്ളൂ, അതാണ് അബ്രപ്റ്റ്. ഇനി ഒരാഴ്ചയ്ക്ക് താഴെയാണെങ്കിൽ വി കോൾ ഇറ്റ് ഇസ് അക്യൂട്ട്. ഇനി 2 ആഴ്ചയ്ക്ക് താഴെയാണെങ്കിൽ വി കോൾ ഇറ്റ് ഇസ് സബ് അക്യൂട്ട്. ഇനി കുറച്ച് ആഴ്ചകൾ മുതൽ മാസങ്ങൾ വരെ
ആയി ആ ഒരു സിംറ്റം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് എസ് ഇൻസീരിയസ്. ഓക്കെ, ഇൻസീരിയസ്. അപ്പം ഡി കഴിഞ്ഞു ഡ്യൂറേഷൻ, എം കഴിഞ്ഞു മോഡ് ഓഫ് ഓൺസെറ്റ് തുടങ്ങിയിട്ട് ഇതിൻ്റെ അടുത്താണ് കോഴ്സ്. ഇത് ശരിക്കും കണ്ടിന്യൂസ് ആണോ, അതെ എപ്പിസോഡിക്കോ ഫ്ലക്ച്വേറ്റിംഗ് ആണോ, മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. മീൻസ് കുറേ നാൾ നോർമലായിരിക്കും, കുറച്ച് നാൾ അപ് നോർമലായിരിക്കും, പിന്നെ നോർമലായിരിക്കും, അപ് നോർമൽ. ഓക്കെ, അങ്ങനെയൊക്കെയാണോ, അതെ കുറഞ്ഞുകൊണ്ട് വരുന്നോ, അത് കൂടിക്കൊണ്ട് വരുന്നോ, അതെ നമുക്ക് പോലും ക്ലിയർ ആവാത്ത രീതിയിൽ അൺക്ലിയർ ആവുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പം ഡ്യൂറേഷൻ, ഹിസ്റ്ററി ഓഫ് പ്രസൻറ്റിങ് ഇൽനെസ്സിനകത്ത് ഡ്യൂറേഷൻ നോക്കുക, അതിൻ്റെ മോഡ് നോക്കുക, മീൻസ് മോഡ് ഓഫ് ഓൺസെറ്റ്, അതിൻ്റെ കോഴ്സ് നോക്കുക, DMC, പിന്നെ P, DMCP, ഡയറക്റ്റഡ് മജിസ്ട്രേറ്റ്, CP. ഇനി ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്രസൻറ്റ് ഇൽനെസ്. എപ്പോഴാണ് പേഷ്യൻ്റ് ടോട്ടലി ഓൾ റൈറ്റ് ആയത്, എപ്പോഴാണ് ഞാൻ കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ് ആയത്? ചിലപ്പം പേഷ്യൻറ്റിന് സിംറ്റംസ് കാണിച്ചു തുടങ്ങിയിട്ട് ഒരു 47 മണിക്കൂറേ ആയുള്ളൂ. മേ ബി ഓൾറെഡി പേഷ്യൻറ്റിന് ചെറിയൊരു പ്രോബ്ലം മുമ്പേ നമ്മുടെ ക്ലയൻ്റ് എന്ന് വാക്ക് ഉപയോഗിക്കാം, ക്ലയൻറ്റിന് ഓൾറെഡി പ്രോബ്ലം ഉണ്ടായിരുന്നതാണ്. ആൻഡ് ഏറ്റവും അടുത്ത ക്ലോസ് റിലേറ്റീവ് മരിച്ചു. അപ്പം നോർമലായത് ഒരു 48 അവേഴ്സിന് മുമ്പ് വരെ നോർമലായിരുന്നു. ഇപ്പോഴാണ് ഒരു സിംറ്റംസ് തുടങ്ങിയത്. അപ്പം എപ്പോഴാണ് ലാസ്റ്റായിട്ട് നോർമലായിട്ട് ബിഹേവ് ചെയ്തതെന്ന് നോക്കാം. ദെൻ പേഷ്യൻ്റ് എന്തെങ്കിലും ക്രോണോളജിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് അബ്നോർമൽ ബിഹേവിയർ ഉണ്ടോ നോക്കുക. അതായത് പേഷ്യൻറ്റിന് സൂയിസൈഡൽ ടെൻഡൻസിയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളെ കൊല്ലുന്ന ഹോമിസൈഡൽ ടെൻഡൻസി ഉണ്ടോ നോക്കുക. ദെൻ ഡിസ്ട്രപ്റ്റീവ് ബിഹേവിയർ, എല്ലാം എനിക്ക് നശിപ്പിക്കണം എന്നുള്ളൊരു സ്വഭാവം, ഭയങ്കരമായിട്ട് ചിന്തിക്കുന്ന ആളാണോ. ദെൻ സ്പീച്ച്, മൂഡ് സ്റ്റേറ്റ് ചിലർക്ക് ഇങ്ങനെ മൂഡ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, അത്. പിന്നെ അബ്നോർമലായിട്ടുള്ള പെർസെപ്ഷൻസ്, ബയോളജിക്കൽ ഫങ്ഷൻസ് ഒക്കെ നോക്കുക. ഇനി ഒക്യുപ്പേഷണൽ ഫങ്ഷൻ, ജോലി സ്ഥലത്ത് എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത്, സാമൂഹികമായിട്ടുള്ള ഫങ്ഷനിങ് എന്താണ്, ബയോളജിക്കൽ ഫങ്ഷൻസ് എന്താണെന്നൊക്കെ പ്രസൻറ്റിങ് ഇൽനെസ്സിൻ്റെ ഡിസ്ക്രിപ്ഷനകത്ത് എഴുതണം. അതായത് പ്രസൻ്റായിട്ട് ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞത് സോഷ്യോ ഡെമോഗ്രഫിക് ഡേറ്റ എഴുതണമെന്ന്, പിന്നെ ഹിസ്റ്ററി ഓഫ് പ്രസൻറ്റ് കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയാണ് അത് നമ്മൾ പേഷ്യൻ്റിൽ നിന്ന് ചോദിക്കുക, ഇൻഫോർമൻറ്റിൽ നിന്ന് കാര്യങ്ങൾ ചോദിക്കുക. ഇനി പറയുന്നത് ഹിസ്റ്ററി ഓഫ് പ്രസൻറ്റിങ് ഇൽനെസ്, അതാണ് നമ്മൾ DMCP പറഞ്ഞത്. ഡ്യൂറേഷൻ പറഞ്ഞു, പിന്നെ ആ ഒരു മോഡ് ഓഫ് കോഴ്സ് എത്രയാണ്, ദെൻ അതായത് മോഡ് ഓഫ് ഓൺസെറ്റ്, കോഴ്സ്, പിന്നെ എന്തെങ്കിലും പെർസിപ്പിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക. ദെൻ അതൊക്കെ നോക്കുക. ഇനി ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്രസൻറ്റിങ് ഇൽനെസ്, ഞാനിപ്പം സർക്കാർ എനിക്ക് എന്തെങ്കിലും എക്സാമ്പിൾ ആക്കാൻ പറ്റും. ഹിസ്റ്ററി ഓഫ് പ്രസൻറ്റിങ് ഇൽനെസ്സിനകത്ത് ഞാൻ എപ്പോഴാണ് മുമ്പേ നോർമലായിട്ട് ബിഹേവ് ചെയ്തത്. ഇപ്പോൾ ഐ വിൽ സേ അറ്റ് ഐ വാസ് നോർമൽ ബിഫോർ ഒരു 1 വീക്കിന് ബിഫോർ ഞാൻ കംപ്ലീറ്റ്ലി നോർമൽ ആയിരുന്നു എന്ന് പറയുക. ദെൻ എന്തെങ്കിലും ഒരു അബ്നോർമൽ ബിഹേവിയർ ഉണ്ടോ, ഒരുപാട് തിങ്ക് ചെയ്യുന്നുണ്ടോ, തൽക്കാലം എക്സാമ്പിളായിട്ട് ഒബ്സെഷനുണ്ട്, എനിക്ക് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഉണ്ട്, ഒബ്സെഷൻ ഞാൻ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ മൂഡ് ഡിസോർഡേഴ്സാണ്. ഇപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് പോയി, പിന്നെ ഞാനാണെങ്കിൽ ഭയങ്കര ദേഷ്യപ്പെട്ട് പോയി, മീൻസ് മൂഡ് സ്റ്റേറ്റ്സ് എങ്ങനെയാണ്, പിന്നെ എനിക്കെല്ലാം നശിപ്പിക്കുന്ന സ്വഭാവമുണ്ടോ അത്. ദെൻ ഡിസ്റ്റർബൻസ് ഇൻ ദ ഫിസിയോളജിക്കൽ ഫങ്ഷൻസ്, അതായത് ഞാൻ ഭക്ഷണം കഴിക്കുന്നേ ഇല്ല, അപ്പറ്റൈറ്റുണ്ട്, ഞാൻ ഉറങ്ങുന്നേ ഇല്ല, ഇൻസോംനിയ, ഞാൻ ഉറങ്ങുന്നില്ല, അപ്പറ്റൈറ്റ്, ഫുഡ് കഴിക്കുന്നില്ല, എൻ്റെ സെക്ഷൽ ഡ്രൈവൊന്നും തീരെയില്ല, ചിലപ്പോൾ ഭയങ്കരമായിട്ടുണ്ട്. അപ്പം ഗോവിന്ദചാമി അദ്ദേഹമൊക്കെ ഒരുപാട് മീൻസ് ആരെ കണ്ടാലും അങ്ങനെ ഭയങ്കരമായിട്ട് സെക്ഷൽ ഡ്രൈവുള്ള കൂട്ടത്തിലൊക്കെയാണ്. സോ അത്തരത്തിലുള്ള പേഷ്യൻസിനാണെങ്കിൽ നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് ചോദിക്കണം ഫുഡ് കഴിക്കാൻ എങ്ങനെയുണ്ടെന്നൊക്കെ. പക്ഷേ നമ്മൾ സത്യം പറയാമല്ലോ, നമ്മൾ ഈ പറയുന്ന ഫോർമാറ്റ് നമുക്ക് എക്സാക്ട്ലി അങ്ങനെ തന്നെ ചോദിക്കാൻ പറ്റണമെന്നില്ല. കാരണം നമ്മളിത് ചോദിച്ചു വരുമ്പോഴായിരിക്കും പേഷ്യൻ്റ് വേറെ എന്തിലോട്ടെങ്കിലും പോകുന്നത്. നമ്മൾ ഭയങ്കരമായിട്ട് വാശി പിടിക്കാൻ പാടില്ല. ഞാൻ പറയണ ഫോർമാറ്റിലേ ചോദിക്കാൻ പറ്റുള്ളൂ. അവരെങ്ങനെയാണോ കൊണ്ടുപോകുന്നത് അതിനൊരു മയത്തിൽ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം.
ആൻഡ് എനി റിലേറ്റഡ് ആയിട്ടുള്ള നെഗറ്റീവ് ഹിസ്റ്ററി ഉണ്ടോ, അതായത് ഹെഡ് ഇഞ്ചറി ഉണ്ടോ, സബ്സ്റ്റൻസ് യൂസ് ഉണ്ടോ നോക്കുക. പിന്നെ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത്, ആ ട്രീറ്റ്മെൻറ്റ് റിസീവ് ചെയ്യുന്നതിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ നോക്കുക. അതായത് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്രസൻറ്റിംഗ് ഇൽനെസ് പറയുമ്പോഴത്തേക്കും എനിക്ക് എന്തെങ്കിലും മൂഡ് ഡിസോർഡേഴ്സ്, ചേഞ്ചിങ് ബിഹേവിയേഴ്സ്, ഒബ്സഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ആൻഡ് രണ്ടാമത്തെ എൻ്റെ ഫിസിയോളജിക്കലായിട്ടുള്ള ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ട്, അതായത് സ്ലീപ്പിൽ, അപ്പറ്റൈറ്റിൽ, അതിലെന്തെങ്കിലും വ്യത്യാസം. ആൻഡ് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ഹിസ്റ്ററി ഉണ്ടോ, സബ്സ്റ്റൻസ് അബ്യൂസ് ഉണ്ടോ, അത് എന്തെങ്കിലും അടി കിട്ടിയിട്ടുണ്ടോ, തലക്കടി കിട്ടിയിട്ടുണ്ടോ, ഇഞ്ചറി വന്നിട്ടുണ്ടോ, അതെല്ലാം നോക്കാം. ഓക്കെ. ഇനി സ്കീം ഓഫ് സബ്സ്റ്റൻസ് അബ്യൂസ് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. എന്തെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ടുണ്ടോ, മയക്കുമരുന്ന്, കഞ്ചാവ് മുതലായ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ സ്പെഷ്യലി തന്നെ നോട്ട് ചെയ്യണം. കൂടാതെ തന്നെ എപ്പോഴാണത് സ്റ്റാർട്ട് ചെയ്തത്, ഈ ഒരു കാലയളവിൽ എപ്പോഴെങ്കിലും ഇത് നിങ്ങൾ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടോ, ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുക. ആൻഡ് അടുത്താണ് ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററി. പേഷ്യൻ്റ് ഈ പറയുന്ന സൈക്കാട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിന് എന്തെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ കഴിച്ചിട്ടുണ്ടോ, അതിനി ഇംഗ്ലീഷ് മെഡിസിൻ ആവാം, ആയുർവേദ ആവാം, ഹോമിയോപ്പതി ആവാം, വോട്ടെവർ മേ ബി, എന്തെങ്കിലും തരത്തിലുള്ള മെഡിസിൻസ് കഴിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. രണ്ടാമത്തത് പിന്നെ ഇവരെന്തെങ്കിലും മാജിക്കൽ അല്ലെങ്കിൽ റിലീജിയസ് പരമായിട്ടുള്ള കുറേ പൊടികൾ അങ്ങനെയൊക്കെ അവർ തന്നിട്ടുണ്ടോ, അത് കുറേ നാൾ യൂസ് ചെയ്തിട്ടുണ്ടോ, അതൊക്കെ ചോദിക്കുക. എന്തെങ്കിലും സൈക്കോട്ടിക് അല്ലെങ്കിൽ സൈക്കാട്രിക് ഡ്രഗുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ നോക്കുക. പിന്നെ ECT എടുത്തിട്ടുണ്ടോ, ഷോക്കിൻ്റെ കാര്യം, സൈക്കോ തെറാപ്പീസ്, പിന്നെ സൈക്കോ തെറാപ്പീസിനകത്ത് വരുന്ന CBT, കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പീസ്, അതെടുത്തിട്ടുണ്ടോ. OCDക്കൊക്കെ നമ്മൾ അത് കൊടുക്കാറ്. പിന്നെ ഫാമിലി ഇൻ്റർവെൻഷൻസ് ചെയ്തിട്ടുണ്ടോ, ആൻഡ് റീഹാബിലിറ്റേഷൻ മെഷേഴ്സ് നോക്കുക. ഇത്രയാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററിയിൽ വരുന്നത്. ഓക്കെ, ട്രീറ്റ്മെൻറ്റ്. ഇനി അടുത്തെയാണ് പാസ്റ്റ് സൈക്കാട്രിക് ആൻഡ് മെഡിക്കൽ ഹിസ്റ്ററി. ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം നമ്മുടെ ഫസ്റ്റ് വീഡിയോ. ഇത്രയും നമ്മൾ പഠിച്ചിട്ട് അടുത്ത പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് പഠിക്കാം. അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കണം എന്നില്ല. നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതും കൂടി ആ വീഡിയോ കൂടി ഒരുമിച്ച് കാണണം. ഇനിയിപ്പോൾ ആ സൈക്കാട്രിക് ആൻഡ് മെഡിക്കൽ ഹിസ്റ്ററിക്കകത്ത് വരുന്നത് എത്ര നമ്പർ ഓഫ് എപ്പിസോഡ്സ് ആണുള്ളത്, അതിൻ്റെ ഇപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് എത്ര നമ്പർ ഓഫ് പ്രീവിയസ് എപ്പിസോഡ്സ് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ 5 എപ്പിസോഡ്സാണ് വന്നിട്ടുള്ളെങ്കിൽ ആ 1ാമത്തെ എപ്പിസോഡ് എപ്പോഴാണ് വന്നത്, 2ാമത്തെ, 3ാമത്തേത്, ഇപ്പം 5ാമതായിട്ടാണ് വന്നതെങ്കിൽ 1, 2, 3, 4 ഈ 4 എണ്ണവും മെൻഷൻ ചെയ്യാനുള്ളത് പാസ്റ്റിനകത്താണ്. ഓക്കെ, പാസ്റ്റിനകത്താണ് മെൻഷൻ ചെയ്യാനുള്ളത്. ഇനി പേഷ്യൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് നോക്കുക. പിന്നെ ആ സമയങ്ങളിൽ തെറാപ്പീസ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. എന്തെങ്കിലും സബ്സ്റ്റൻസ് അബ്യൂസ് നോക്കുക. എന്തൊക്കെയാണ് അതിൻ്റെ പെർസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് എന്ന് നോക്കുക. ആൻഡ് എത്ര നാളാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് എപ്പിസോഡ്, എത്ര നാൾ നിന്നു, എന്താണ് ഇത്രയേ ഉള്ളൂ. പാസ്റ്റിമും എന്തായിരുന്നു പ്രശ്നം, എത്ര നാൾ നിന്നു, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, മരുന്ന് കൊടുത്തോ, തെറാപ്പി ചെയ്തോ, എത്ര തവണ വന്നു, എത്ര നേരം അത് നിന്നു, എന്താണത് വരാനുള്ള കാരണങ്ങൾ, അതെല്ലാം ചോദിക്കും. ചിലപ്പോൾ ഓരോന്നോരോന്നും ചോദിക്കണമെന്നില്ല, എല്ലാം കൂടി ചിലപ്പോൾ പേഷ്യൻ്റ് ഒരുമിച്ച് പറഞ്ഞേക്കാം. അത് നോക്കാം. പിന്നെ നമുക്കൊരു ഗ്രാഫ് പറയുന്നുണ്ട്, അത് ചോദിക്കും. കണ്ടോ, മേളിലോട്ടും താഴോട്ടൊക്കെ ആയിട്ട്, താഴോട്ടൊക്കെ വരുന്നതെങ്കിൽ നമ്മൾ ഡിപ്രഷനാണ് പറയുന്നത്. ആൻറ്റി ഡിപ്രസൻ ഡ്രഗ്സ് എടുത്തിട്ടുണ്ടോ, എത്ര നാൾ എടുത്തിട്ടുണ്ട്. മുകളിലോട്ടുള്ളത് മാനിയൊക്കെയൊക്കെ ഉപയോഗിക്കാം. ഇതിനിടയ്ക്ക് എന്തെങ്കിലും ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻ്റ് നടന്നോ, മാരീഡ് ആയോ, അല്ലെങ്കിൽ ഡിവോഴ്സ്ഡ് ആയോ, അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റ്സ് നമ്മൾ മെൻഷൻ ചെയ്യണം. ഓക്കെ. പിന്നെ ഫാമിലി ഹിസ്റ്ററി ആദ്യം നമ്മൾ പെഡിഗ്രി ചാർട്ടാണ് നോക്കാനുള്ളത്. ഒരു 3 to 5 ജനറേഷൻ വരെ നമുക്ക് വരയ്ക്കാം. ആൻഡ് ഇതിനകത്ത് നമ്മൾ പണ്ട് കീ ഉപയോഗിച്ച പോലെ കുറച്ചൊക്കെ സെയിമാണ്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഇപ്പം താമസിക്കുന്ന ഫാമിലിയിലുള്ള ആളുകളെ ഒരു ബോക്സിനകത്തായിട്ട് മെൻഷൻ ചെയ്യാം. പിന്നെ ഫാമിലിയിൽ ആർക്കെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഡയഗ്നോസിസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മെൻഷൻ ചെയ്യാം. അവരുടെ പേര്, അവർക്ക് എത്ര വയസ്സുണ്ട്, ആൻഡ് അവരുടെ ഡയഗ്നോസിസ്. ഈവൻ മരിച്ചു പോയിട്ടുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ പോലും സൈക്കാട്രിക് ഇപ്പം സൂയിസൈഡ് ചെയ്തതായിരിക്കും, അതൊക്കെ നമ്മൾ സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെ ഇപ്പോൾ ചില പേഷ്യൻസിൻ്റെ അടുത്ത് തന്നെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറയും ഇല്ല. പക്ഷെ അപ്പം നമ്മൾ എടുത്ത് ചോദിക്കണം, അച്ഛൻ്റെ കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ. അപ്പോൾ അവർ ചിന്തിക്കും, അച്ഛൻ്റെ കുടുംബത്തിൽ ഇന്ന പ്രോബ്ലം ഉണ്ടായിരുന്നു.
അമ്മയുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ ചോദിക്കുമ്പോൾ അമ്മയുടെ കുടുംബത്തിൽ ഇന്ന ഒരു സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ അവർ പ്രത്യേകം എടുത്ത് പറയാം. അപ്പം ഫാമിലി ഹിസ്റ്ററി നോക്കുക, പിന്നെ എന്തെങ്കിലും സൂയിസൈഡൽ ടെൻഡൻസി, ഹോമിസൈഡൽ ടെൻഡൻസി അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. ഇപ്പോഴത്തെ കറണ്ട് ടൈപ്പ് ഓഫ് ഫാമിലി എന്താണ്, ന്യൂക്ലിയർ ഫാമിലിയാണ് എന്താണ്, ജോയിൻറ്റ് ഫാമിലി എന്താണ്, പിന്നെ ലോവർ ആണോ, മിഡിലാണോ, അപ്പറാണോ, ഫാമിലിയുടെ ഇപ്പോഴത്തെ എക്കണോമിക് സ്റ്റാറ്റസ് എന്താണ്, എന്തെങ്കിലും ക്രൈസിസ് നേരിടുന്നുണ്ടോ, അതെല്ലാം നമ്മൾ ചോദിക്കേണ്ടത് ഫാമിലി ഹിസ്റ്ററിയിലാണ്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ ആദ്യം പഠിച്ചത് സൈക്യാട്രിക് ഹിസ്റ്ററി കളക്ഷനകത്ത് സോഷ്യോ ഡെമോഗ്രഫിക് ഡേറ്റയാണ്. പിന്നെ പ്രസൻറ്റിംഗ് ഇൽനെസ് എന്താണ്, പ്രസൻറ്റിംഗ് കംപ്ലയിൻസ് അത് നമ്മൾ ഇൻഫോർമൻറ്റിൽ നിന്നും അതേപോലെ തന്നെ ക്ലയൻറ്റിൽ നിന്നും മേടിക്കുക. ക്ലയൻറ്റിൽ നിന്നുള്ളത് ഡയറക്റ്റ് ആയിരിക്കും, അത് ആക്റ്റീവ് വോയിസ് ആയിരിക്കണം. ഒരിക്കലും നമ്മൾ പാസീവ് വോയിസ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അടുത്തയാണ് ഹിസ്റ്ററി ഓഫ് പ്രസൻറ്റിംഗ് ഇൽനെസ്. ഇതിനകത്ത് എത്ര ഡ്യൂറേഷനാണുള്ളത്, ഇതിൻ്റെ മോഡ് ഓഫ് ഓൺസെറ്റ്, കോഴ്സ് ആൻഡ് പെർസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് വേണം. ഇനി അടുത്തത് എന്തെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റൻസ് അബ്യൂസ് ഉണ്ടോ, പിന്നെ പേഷ്യൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് ഉപയോഗിച്ചത്, എത്ര നാളത് ഉപയോഗിച്ചു, സൈക്കോതെറാപ്പി ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും വേറെ സൈക്കോതെറാപ്പീസ്, ECT ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. പിന്നെ ECT കൊടുത്തിട്ടുണ്ടോ എന്ന്, പിന്നെ പാസ് സൈക്യാട്രിക് ഇൽനെസ്സിനാൽ എത്ര നാളുണ്ട്, പിന്നെ നമ്മൾ ആ പടം വരച്ചതെല്ലാം, പിന്നെ ഫാമിലി ഹിസ്റ്ററി, കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫാമിലി ട്രീ ആണ് വരച്ചത് 3 to 5 ജനറേഷൻ വരെ, പിന്നെ അവരുടെ പേര്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ആൻഡ് മരിച്ചിട്ടുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് മരിച്ചു, സൂയിസൈഡാണോ ഹോമിസൈഡാണോ അതെല്ലാം മെൻഷൻ ചെയ്യുക. പിന്നെ കറണ്ട് ആയിട്ടുള്ള ഇപ്പോൾ ഒരു സ്റ്റാറ്റസ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ സെഷനിൽ പഠിച്ചത്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.